ശ്രീ പി.സി. ജോർജ്, നമുക്കറിയാം ഈ ടി പി കേസ് പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ വഴിവിട്ട നീക്കങ്ങൾ നടത്തി. പക്ഷേ നിയമസഭയിലടക്കം സർക്കാരിന് വലിയ പ്രതിരോധം തന്നെ തീർക്കേണ്ടി വന്നു. അങ്ങനെയാണ് ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ അടക്കം സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ കത്ത് ശുപാർശ ചെയ്തുകൊണ്ടുള്ള ഈ കത്ത് മാധ്യമങ്ങൾക്ക് എങ്ങനെ ചോർന്നു എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ അന്വേഷിക്കാൻ പോകുന്നത്. ഈ അന്വേഷണത്തെ പറ്റി എന്താണ് പ്രതികരിക്കാൻ കഴിയുന്നത് ശ്രീ പി.സി. ജോർജ്? പിണറായി വിജയൻ ഈ മാധ്യമങ്ങൾ നേടുന്ന ഇത്ര വിഷമം. മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ലാത്ത 4ാമത്തെ ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടന എന്ന് പറഞ്ഞ 3 തൂണാന്നാ പറയുന്ന രാജ്യം, 3 ഭരണഘടനാ സ്ഥാപനങ്ങൾ. അതിൽ 4ാമത്തെ ഭരണഘടന എഴുതി വെക്കാത്ത സ്ഥാപനമാണ്, തൂണാണ്. 4ാമത്തെ തൂണാണ് മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങളെ പേടിച്ചിട്ട് മുന്നോട്ട് മാധ്യമങ്ങളെ പേടിക്കണമല്ലോ. കള്ളത്തരം കാണിക്കുന്നതിന്, വൃത്തികേട് കാണിക്കുന്നതിന്, തെറ്റ് ചെയ്യുന്നതിന് മാധ്യമങ്ങളെ ഭയപ്പെടേണ്ടി വരും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോ TP വധക്കേസ് എത്ര ക്രൂരമായ കൊലപാതകമാണ്. തന്നോടൊപ്പം നിന്ന് ജനങ്ങൾ CPM നിന്ന് പിരിയുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് TPയെ പോലുള്ള വലിയ നേതാവ്, അതും ജനകീയനായ നേതാവ് മുന്നോട്ട് പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ട് പിണറായി വിജയൻ, അതായത് പിണറായി വിജയനും EP ജയരാജനും നമ്മുടെ പി ജയരാജൻ ഉൾപ്പെട്ട കമ്മിറ്റിയാണ് ഇത്തരത്തിൽ ശുപാർശ നൽകണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വച്ചത്. ശ്രീ പി.സി. ജോർജ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി തൂക്കാൻ വിളിച്ചെന്ന് പറയുന്ന പോലെ ഈ പിണറായി ഉൾപ്പെട്ട കമ്മിറ്റി ഫൈനലായിട്ട് കൊല്ലാൻ തിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും കൊല്ലാൻ വിധിച്ചിട്ടാണ് അത് തെളിഞ്ഞല്ലോ പല പ്രാവശ്യം. അപ്പം ആ വിധി പറയുന്ന പ്രമുഖ വ്യക്തിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അപ്പൊ അയാൾ തന്നെയാണ് കൊല ചെയ്യിച്ചത്. അപ്പൊ കൊല ചെയ്തവരെ രക്ഷിക്കാൻ അയാൾ നോക്കും, സ്വാഭാവികമാണ്. പക്ഷേ ജനം വളരെ ശ്രദ്ധയോടെ നോക്കിയിരിക്കുക. എന്ന് മാത്രമല്ല, TPയുടെ ഭാര്യ രമ ജനപിന്തുണയോടുകൂടി ഇപ്പൊ നിയമസഭയിലുണ്ട്. അവര് വളരെ ശക്തമായി നിയമസഭ പറഞ്ഞ് മിണ്ടാനൊന്നുമില്ല. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട കോടതിയെ പറയാതിരിക്കാൻ പറ്റുമോ? ആ സാഹചര്യത്തിലാണ് ഇപ്പോ ഈ അന്വേഷണമൊക്കെ നടക്കുന്നത്. അന്വേഷണം എന്തർത്ഥം ഇരിക്കുന്നു? ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ സസ്പെൻഡ് ചെയ്തെന്ന് ചോദിച്ചാൽ എന്ത് സസ്പെൻഡ് ചെയ്തേ? അതാണ് ചോദിക്കുന്നത്. ശ്രീ പി.സി. ജോർജ്, ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് പ്രത്യേകിച്ചും സർക്കാരിന്റെ താല്പര്യമില്ലാതെ ജയിൽ വകുപ്പിലെയും പോലീസിലെയും ഉദ്യോഗസ്ഥർ ഇവർക്ക് ഇളവ് നൽകാം എന്ന് ശുപാർശ നൽകുമോ? മുഖ്യമന്ത്രി അത്ര അടുത്ത് ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഓഫീസോ അറിയാതെ ഒരു കാരണവശാലും അങ്ങനെ ഒരു ശുപാർശ വരാൻ സാധ്യതയില്ല. ഒരു കാരണവശാലും അത് വരികയില്ല. അപ്പൊ അത് വന്നു എന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് പാവപ്പെട്ട പണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിട്ട് ജയിൽ വകുപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് പുക രക്ഷിക്കാന്ന് വിചാരിച്ച കേരളത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ചെലവാകും. പിണറായി ചെയ്തതാണ്. യാതൊരു സംശയമില്ല. പിണറായി ഇതിനെ നേരിട്ട് നടത്തിയ ഒരു വലിയ വൃത്തികേടാണിത്. അത് ജനങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. അങ്ങനെ മുന്നോട്ട് പോട്ടെ. ഏതായാലും ഇനിയെങ്കിലും ഈ ഇനം കാലത്ത് കശ്മലന്മാർ റോഡിലിറങ്ങി നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേസ് മാത്രമല്ലെന്ന്, സഹാക്കന്മാരെ ആരെ കൊന്നാലും ജയിലിൽ കിടക്കണ്ടെന്ന് വന്നാലോ? അത് തന്നെ സഹാക്കന്മാരുടെ ഒരു പ്ലാനുണ്ട്. കൊല്ലാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ കൊല്ലും. ആ കൊല്ലുന്നവര് വേറെ, പ്രതികൾ വേറെ. പ്രതികളായിട്ട് പാർട്ടിയിൽ നിന്ന് തന്നെ കൊടുക്കുകയാണ്. നിരപരാധികളാണ് പ്രതികളായിട്ട് വരുന്നത്. കൊലയായിട്ട് ഒരു ബന്ധം കാണില്ല. പക്ഷേ പാർട്ടി തീരുമാനപ്രകാരം അവർ കുറ്റവെക്കുക, എന്നിട്ട് കോടതി വരുമ്പോൾ അവരെ രക്ഷിച്ചു വിടുക. ഇത് എത്ര നാളായി തുടങ്ങുന്നു? ഏതായാലും ഈ എന്ത് കാണിച്ചാലും പിണറായിയുടെ ഈ കളി അവസാനിക്കാൻ പോവാണ്. ഈ കൊള്ളയും കൊള്ളവെപ്പും അഴിമതിയും ഈ കോടാനുകോടി രൂപ മുട്ടിച്ചുണ്ടാക്കുന്ന ഇങ്ങനെ കൊള്ളക്കാരിക്ക് വേണ്ടിയല്ലേ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എവിടെ പോയി നിൽക്കിയത്? ഏതായാലും കേരളത്തെ ജനങ്ങൾ സത്യം മനസ്സിലാക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ടാണല്ലോ കേരളത്തെ ജനങ്ങൾ ഓടി രക്ഷപ്പെടുന്നത്. ഇപ്പൊ കേരളത്തിൽ ജനമില്ലല്ലോ. ഒരു 50% മുകളിൽ ചെറുപ്പക്കാർ നാട് വിട്ടു പോയല്ലോ. ആ നിലയ്ക്ക് ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. പിണറായി വിജയൻ ജയിലിൽ പോകുന്ന ഞാൻ പറഞ്ഞ നയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതോടുകൂടി ഇതിന് പരിഹാരം ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം.